അന്താരാഷ്ട്ര നിലവാരമുള്ള പുതിയ സ്റ്റേഡിയം നവീകരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ധാരാളം കളിക്കളങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ കണക്കനുസരിച്ച് 369 ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേഡിയം കേരളത്തിൽ ഈ 9 വർഷത്തിനുള്ളിൽ നിർമ്മിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഫുട്ബോൾ സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം എന്നുള്ളതിൽ ഒരു കുറവ് സത്യത്തിൽ കേരളത്തിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിലുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്റ്റേഡിയം അതൊരു അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെങ്കിലും അതിൽ നമുക്ക് ഫിഫ അംഗീകാരം ലഭ്യമായിട്ടില്ല. മറ്റൊന്ന് നമുക്കുള്ളത് തിരുവനന്തപുരത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അത് അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് നമുക്കുള്ളത്. പക്ഷേ ഫുട്ബോളിൽ അത്തരത്തിലൊരു കുറവ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പുതിയൊരു ഫിഫ സ്റ്റേഡിയം തുടങ്ങാൻ ഗവൺമെൻറ് പണം ആദ്യഘട്ടമായി 150 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപയാണ് അതിൻ്റെ ഒരു ചിലവായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ രൂപരേഖ തയ്യാറായി വരുന്നുണ്ട്. ഇതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിൻഡിക്കേറ്റ് അതിനുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ നമുക്കിവിടെ 2 മാസത്തിനകം തന്നെ സ്റ്റേഡിയത്തിൻ്റെ പണി തുടങ്ങാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട് അത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 55,000-ലും 60,000-ലും ഇടയിൽ കാണികൾ ഇരിക്കാൻ പറ്റുന്ന ലോകത്തിലുള്ള എല്ലാ സ്റ്റേഡിയങ്ങളിലെ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരളത്തിലെ സ്പോർട്സിൻ്റെ എൻജിനീയറിംഗ് വകുപ്പായിട്ടുള്ള കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഡ്രോയിങ് തയ്യാറാക്കുന്നത്, ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെയാണ്, നമ്മുടെ സംസ്ഥാനത്ത് കായിക വകുപ്പ് തന്നെ തയ്യാറാക്കുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഏറ്റവും പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കായിക വകുപ്പ് തന്നെ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം അത് ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് കായിക വകുപ്പിൻ്റെ ഒരു എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. മറ്റൊരു സംസ്ഥാനത്തിലും ഇന്ന് അത്തരത്തിലൊരു നിലവിൽ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മുടേത് മാത്രമാണ് ആ ഒരു സ്റ്റേഡിയം എന്നുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ ഇപ്പോൾ ഞാനൊരു വിവാദ വിഷയമല്ലെങ്കിൽ കൂടി കായിക പ്രേമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സായ കൊണ്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പോർട്സ് ഡയറക്ടർ സൂചിപ്പിച്ച അന്താരാഷ്ട്ര മത്സരങ്ങളും അന്താരാഷ്ട്ര ടൈഅപ്പുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അർജൻറ്റീന ടീമുമായി ബന്ധപ്പെട്ടൊരു കളിയുടെ വലിയൊരു ചർച്ചകൾ നടന്നു വരികയാണ്. ശരിക്കും നവംബർ മാസത്തിൽ നമുക്കൊരു വിൻഡോയിൽ നമുക്ക് ആ കളി വന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് കേരളത്തിലെ സ്പോർട്സ് എക്കോണമി നമ്മൾ കൊണ്ടുവന്നു. കേരളത്തിൽ സ്പോർട്സ് എക്കോണമി കൊണ്ടുവന്ന് രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സ്പോർട്സ് എക്കോണമി ഒരു സ്റ്റേറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വിദേശ മത്സരങ്ങൾ കേരളത്തിലെത്തേണ്ടത്. അത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ഒരു തരി മാറിക്കൊണ്ട് സംസാരിക്കുകയാണ്, ബാക്കിയുള്ളവരെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ കൊച്ചിൻ സ്റ്റേഡിയത്തിൽ ഇത് കൃത്യമായി നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും നമുക്ക് അതിലുള്ള ചില അസൗകര്യങ്ങൾ നമുക്ക് സമയത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ എൻജിനീയേഴ്സൊക്കെ തന്നെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്പോർട്സിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, എൻജിനീയേഴ്സ് എല്ലാം തന്നെയുള്ള സദസ്സാണ്. അപ്പോൾ സമയത്തിന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന് അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജൻറ്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ
അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല, ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. സ്പോർട്സ് ഒരു എക്കോണമി ആയി തന്നെ പ്രവർത്തിക്കുക, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം? നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ. അതാണ് സ്റ്റേറ്റിൽ ഈ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ കേരളം തയ്യാറായത്. പുതിയ സ്പോർട്സ് പോളിസി വന്നു, സ്പോർട്സിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു. ആ രീതിയിൽ തന്നെ സ്പോർട്സ് എക്കോണമി നമ്മൾ നടപ്പിലാക്കുമ്പോൾ പുതിയ കളികൾ, ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കളി വരേണ്ടത്. ഇവിടെ ഇത് കൊണ്ടുവരിക എന്നുള്ളൊരു എഫേർട്ട് ചെറുതൊന്നുമല്ല. ഈ ഇത്തരത്തിൽ ഇപ്പോൾ അങ്കോളയിൽ വലിയൊരു കലാപം നടക്കുന്നുണ്ട്. അതിലെ ഒരു വിഷയം, അവിടെ പെട്രോളിന് വില വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവിടെ സമരം ആരംഭിച്ചതെങ്കിലും അർജന്റീന ഫുട്ബോൾ ടീമിന് സർക്കാർ പണം കൊടുത്തു അവിടെ കളിപ്പിക്കുന്നു എന്നതാണ് ആ കലാപത്തിലേക്ക് അത് നീങ്ങിയത് അവിടെ. പക്ഷെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് പണം ചെല്ല, നമ്മൾ പുറത്തുള്ള സ്പോൺസേഴ്സിനെ വെച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു പാരമ്പര്യം, കായിക വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പാരമ്പര്യമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ, ഇപ്പോൾ മലപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ച ഒരു നാട്ടിലാണ്, മലപ്പുറം ജില്ലയിലെ MSPയിലാണ് ആദ്യമായി ഫുട്ബോൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തുകൊണ്ടും മലപ്പുറത്തുള്ള ഒരാളാകുമ്പോൾ നമുക്കതിന് ഒരു ഫുട്ബോളിനൊരു ഇഷ്ടം അതെന്തായാലും ഉണ്ട്. അങ്ങനെ ആ ഒരു സ്പിരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുകയും ഏതെങ്കിലും ആളുകളുടെ കുറവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓർസ്മാർട്ടായിട്ടോ ഇങ്ങനെയൊന്നും അതിനെ കാണേണ്ട ഒരാവശ്യവുമില്ല. ഒരു ഡേറ്റിൽ, ഒരു വിൻഡോയിൽ വരുന്നൊരു മാറ്റം എന്നുള്ള ലോകത്തുള്ള എല്ലാ ടീമുകളും പരസ്പരം കളിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. അതിൽ ഒരു സെൽഫ് ഗോളോ അല്ല പെനാൽറ്റിയോ അല്ലെങ്കിൽ ജയമോ പരാജയമോ ഇതൊന്നുമില്ല. സ്പോർട്സ് ആകുമ്പോൾ സെൽഫ് ഗോൾ ഉണ്ടാവും, പെനാൽറ്റി ഉണ്ടാവും, ഗോൾ ഉണ്ടാവും. ഇതെല്ലാം ഇതിൽ പറഞ്ഞ അതാണ് ഫുട്ബോൾ കളിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെ പൊതുസമൂഹം ആ രീതിയിൽ തന്നെ എടുക്കണം. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കേരളം എന്നുള്ളൊരു കൊച്ചു സംസ്ഥാനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് സ്പോൺസറിൽ നമ്മൾ കൊണ്ടുവരുന്നു, അതിന് ശ്രമിക്കുന്നു. അതിന് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളത്. അതിന് ആ രീതിയിൽ കാണണമെന്ന് സന്ദർഭവശാൽ ഞാൻ ഈ കോഴിക്കോട് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ്. കാരണം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആ കുറവ് പരിഹരിക്കാനാണ് കായിക വകുപ്പ് ശ്രമിക്കുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ തുടങ്ങിയാൽ തന്നെ 2 വർഷത്തിനുള്ളിൽ ആ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഡയറക്റ്റ് കോൺട്രാക്റ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.